പാഷൻ ഫ്രൂട്ട് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? ഈ പാഷൻ ഫ്രൂട്ടിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. പാഷൻ ഫ്രൂട്ടിന് മാത്രമല്ല, അതിൻ്റെ ഇലകൾക്കും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ ഇല എങ്ങനെയാണ് പ്രമേഹത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രമേഹം, കൊളസ്ട്രോൾ തുടങ്ങിയ പല അസുഖങ്ങൾക്കും പാഷൻ ഫ്രൂട്ടിന്റെ ഇലകൾ ഉപയോഗിക്കാവുന്നതാണ്. ഈ പാഷൻ ഫ്രൂട്ടിന് 2 തരം ഇലകളാണുള്ളത്. ഒന്നാമത്തേത് ഇതുപോലെ 3 വശങ്ങളുള്ള ഇലയും രണ്ടാമത്തേത് ഇതുപോലെ വട്ട ഇലയുമാണ് ഉള്ളത്. തളിരിലയാണ് 3 വശങ്ങളുള്ളത്. പ്രമേഹ മരുന്നുണ്ടാക്കാനാണെങ്കിൽ തളിരിലയാണെന്നുണ്ടെങ്കിൽ ഒരു 5 എണ്ണവും മൂത്ത ഇലയാണെങ്കിൽ ഒരു 3 എണ്ണവുമാണ് വേണ്ടത്. ഏത് ഇലയാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം, യാതൊരു പ്രശ്നവും ഇല്ല. പക്ഷെ തളിരിലയാണ് കൂടുതൽ നല്ലത്. ഞാൻ തളിരിലയാണ് ഇവിടെ എടുക്കുന്നത്. ഇനി തയ്യാറാക്കാനായിട്ട് നമുക്ക് 1 ലിറ്റർ വെള്ളം വേണം. അപ്പോൾ 1 ലിറ്റർ വെള്ളമാണിത്. ഇത് ഇത്രയും എടുക്കുക. ഇനി ഒരു പാനിൽ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഇലകള് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. കുറഞ്ഞ തീയിൽ വേണം ഇത് തിളപ്പിക്കാനായിട്ട്. കുറച്ചു നേരം ഒന്ന് വെള്ളം പച്ച നിറമാകാൻ തുടങ്ങുന്നത് വരെ തിളപ്പിക്കണം. ഒരുപാട് പച്ച നിറമാകുന്നൊന്നുമല്ല, ഒരു ലൈറ്റ് പച്ച നിറം കിട്ടും. ആ സമയം വരെ ഇത് തിളപ്പിക്കണം. കൊളസ്ട്രോൾ ഉള്ളവർക്ക് ഈ വെള്ളം ഉപയോഗിക്കാവുന്നതാണ്. അതിലേക്ക് അല്പം നാരങ്ങാനീര് പിഴിഞ്ഞ് ചേർത്ത് കുടിച്ചാൽ കൊളസ്ട്രോൾ ഉള്ളവർക്ക് അത് നല്ലതാണ്. മാത്രമല്ല, ഉറക്കില്ലായ്മയാണ് പ്രശ്നമെങ്കിൽ 1 സ്പൂൺ ചെറുതേൻ ചേർത്ത് രാത്രി കിടക്കുന്നതിന് മുൻപ് ഇത് കുടിച്ചാൽ മതി. അപ്പോൾ വെള്ളം ഇവിടെ തിളച്ച് ആവശ്യത്തിന് പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതെടുത്ത് നമുക്ക് അരിച്ചൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. വെള്ളത്തിന് നോക്കിയാൽ അറിയാം, ഒരു ലൈറ്റ് പച്ച നിറമാണ് ഈ വെള്ളത്തിനുള്ളത്. പ്രമേഹത്തിന് ഈ വെള്ളം എടുക്കുമ്പോൾ വെള്ളം 3 ഭാഗങ്ങളായിട്ട് തിരിക്കണം. ഒരു ഭാഗം രാവിലെ വെറുപ്പയറ്റിൽ കുടിക്കണം, രണ്ടാമത്തേത് ഉച്ച കഴിഞ്ഞ് ഭക്ഷണ ശേഷവും, മൂന്നാമത്തേത് രാത്രി ഭക്ഷണത്തിന് 1 മണിക്കൂർ മുൻപും കുടിക്കണം. ഇങ്ങനെ കുടിച്ചാൽ പ്രമേഹം കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ധാരാളം വൈറ്റമിൻ എ, വൈറ്റമിൻ സി, അയൺ, ഫൈബർ എന്നിവയെല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. പല രോഗങ്ങൾക്കും ഇതൊരു പരിഹാരമാണ്. അപ്പൊ പ്രമേഹമുള്ളവർ ഇതുപോലെ ഒന്ന് കുടിച്ചു നോക്കുക. ഈ വെള്ളത്തിന് ചെറിയൊരു കയ്പ് കലർന്നിട്ടുള്ള രുചിയാണുള്ളത്. അപ്പോൾ നിങ്ങളും ഡയബറ്റീസ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു 3 ഗ്ലാസ് വെള്ളം ദിവസവും കുടിക്കുക. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും കുടിക്കുക. വളരെ നല്ലതാണ് ഇതുപോലെ പാഷൻ ഫ്രൂട്ടിന്റെ ഇല ഉപയോഗിച്ച് തയ്യാറാക്കുന്ന വെള്ളം. പാഷൻ ഫ്രൂട്ടിന്റെ ഇല എങ്ങനെയാണ് പ്രമേഹത്തിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ട് ഉപയോഗിക്കുക എന്ന് കണ്ടില്ലേ? നിങ്ങളും ഇതൊന്ന് ഉപയോഗിച്ച് നോക്കുക. കൃത്യമായ അളവിൽ കൃത്യമായ ദിവസങ്ങളിൽ കുടിക്കുക. നല്ല ഒരു റിസൾട്ട് തരും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.